പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കൈകളിലേക്ക് നിങ്ങളുടെ കൈകളെ പിടിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തിൽ സഞ്ചാരം ആരംഭിക്കുകയാണ്. അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിലൂടെ. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, മരണത്തോട് കീഴടങ്ങിക്കൊണ്ട് ഞങ്ങളെ സ്നേഹിച്ചവനെ, നിന്റെ അനന്തമായ കാരുണ്യത്തെ ഞങ്ങൾ അനുസ്മരിക്കുന്നു. ഇന്നത്തെ ദിവസം നിന്റെ സ്നേഹം തിരിച്ചറിയാനുള്ള പുതിയ മുഹൂർത്തങ്ങൾ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനുഭവങ്ങളിലൂടെ അങ്ങേ അറിയുവാനും ആ അനുഭവത്തിൻ്റെ ബോധ്യത ജീവിക്കുവാനും ബോധ്യത്തിൻ്റെ സാക്ഷ്യത്തിൽ കർത്താവെ നിന്റെ മഹത്വത്തിൻ്റെ അടയാളമായി ഈ ഭൂമി പരിരസിക്കുവാൻ അങ്ങയുടെ മക്കളെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവെ, കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, അനേകം മക്കൾ കണ്ണീരോടെ അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്റെ നാഥനും രക്ഷകനുമായി ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, മുടി കൊഴിഞ്ഞു പോകുന്നവരെ ഞാനിപ്പോൾ കാണുന്നുണ്ട്. ഇതൊന്നും ചിന്തിക്കപ്പോലും ഇല്ലായിരുന്ന സമയത്ത് ഞാനത് കാണുന്നുണ്ട്. കർത്താവെ, അത് കീമോ എടുത്തവരായാലും ശരി, അല്ലാതെ തന്നെ പ്രായാധിക്യത്താലും അല്ലെങ്കിൽ അകാല വാർദ്ധക്യത്താലും മുടി കൊഴിയുന്നവരുണ്ട്. ഈശോയെ, അങ്ങനെയുള്ളവരെല്ലാം കുറച്ച് നാണിക്കുകയും വിഷമിക്കുകയും ചെയ്യുന്നുണ്ട്. കല്യാണം ഒത്തുവരാത്തവരുണ്ട്. അങ്ങനെ മനസ്സിന് സങ്കടമുള്ളവരുണ്ട്. ഈശോ, അവരെല്ലാം നീ സ്പർശിക്കണമേ. അവരുടെ സങ്കടങ്ങൾ കർത്താവ് നീ പരിഹരിക്കണമേ പ്രാർത്ഥിക്കുന്നു. വിവാഹം ഒത്തുവരാത്ത മക്കൾ, വിവാഹത്തിന് കാലമായിട്ടും കാലം കഴിഞ്ഞിട്ടും ജീവിത പങ്കാളിയെ കിട്ടാനോ അതിനുള്ള ഒരു സാഹചര്യം ഒരുങ്ങാത്ത കുടുംബങ്ങളെ പ്രത്യേകം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഭവനവും ഇല്ലാത്ത സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്ത സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കൾ പഠിക്കാത്തവരുണ്ട് ഈശോയെ, ഹൈപ്പർ ആക്ടിവിറ്റികളുണ്ട് ഈശോയെ, ഒട്ടിസം ഉള്ളവരുണ്ട് ഈശോയെ, മക്കൾ കൊണ്ട് പൊറുതിമുട്ടിട്ട് ജീവിക്കാൻ പറ്റാതെ പലതരത്തിലുള്ള തിന്മകൾ അകപ്പെട്ടിരിക്കുന്ന മക്കൾ കുടുംബത്തിന് അസമാധാനം ഉണ്ടാക്കുന്നവരുണ്ട് ഈശോയെ. ഈശോ, ഇവർ ജനിക്കാതിരുന്നെങ്കിൽ, ഇവരെല്ലായിടത്തും ചത്തുപോയിരുന്നെങ്കിൽ പോലും
മനസ്സുകൊണ്ട് പ്രായിപ്പോകുന്ന രീതിയിൽ ജീവിക്കുന്ന മക്കളുണ്ട് ഈശോയെ. അവരെല്ലാം നീ തൊടണമേ, നിന്റെ തിരുരക്തത്തിൽ അവരെ കഴുകണമേ കർത്താവെ. അങ്ങയുടെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും യോഗ്യതയാൽ കർത്താവ് കഞ്ചാവിനും മയക്കുമരുന്നിനും അടിപ്പെട്ടിരിക്കുന്ന മക്കളുടെ ആന്തരിക അവബോധ മനസ്സുകളെയും ആന്തരിക ശീലങ്ങളെ കർത്താവിൽ നീ കഴുകണമേ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ അമ്മ മാതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥ എല്ലാവിധ പൈശാചിക തിന്മകളും ദുശ്ശീലങ്ങളും എൻ്റെ മക്കളുടെ ഹൃദയത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോട്ടെന്ന് കൽപ്പിക്കുന്നു. കർത്താവ് സമാധാനമില്ലാത്ത കുടുംബങ്ങൾ, കേസിൽ അകപ്പെട്ട പോയ കുടുംബങ്ങൾ, പോസ്കോയിൽ അകപ്പെട്ടു പോയ കുടുംബങ്ങൾ, കള്ളക്കേസിൽ അകപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങളെന്ന് കർത്താവ് നീ ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്നു. ഈശോ ജയിലിൽ നിന്ന് ഇറങ്ങിയ ഒരു കർത്താവ് സമാധാനത്തോടെ ജീവിക്കാനും ആ ജീവിതത്തിലേക്ക് പൊതുജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനും അങ്ങേക്ക് കഴിയും കർത്താവ്. അതിന് ആഗ്രഹിക്കുന്ന മക്കൾക്ക് അതുപോലെ സാഹചര്യങ്ങൾ ക്രമീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവർക്കുണ്ടായിരുന്ന അപമാനങ്ങളെല്ലാം മാറ്റിക്കൊടുക്കുകയും കർത്താവ് അവർ സമാധാനത്തോടെയും വിശുദ്ധിയോടെയും ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കാൻ പരിശുദ്ധമ്മ ദേവമാതാവെ അങ്ങനെയുള്ള കുടുംബങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. ഭാര്യാഭർത്താക്കന്മാരുടെ കലഹത്തിൽ ഭിന്നതയിലിരിക്കുന്നവർ, അതുപോലെ തന്നെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവർ കർത്താവ്, അതിനുവേണ്ടി കർത്താവ് വൈരാഗ്യ ബുദ്ധിയോട് മറ്റുള്ളവരെ പാഠം പഠിപ്പിക്കുന്നതിന് വേണ്ടി വൈരാഗ്യ ബുദ്ധിയോട് അതിനുവേണ്ടി ഒരുങ്ങുന്നവർ അവരെല്ലാം സന്ദർശിക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ച് അടയാളം ദൈവശക്തി അവസാദ രോഗങ്ങൾ, ഡിപ്രഷൻ രോഗങ്ങൾ, മനസ്സിൻ്റെ എല്ലാവിധത്തിലുള്ള മരവിപ്പ് രോഗങ്ങൾ യേശുക്രിസ്തു നാമത്തിൽ സൗഖ്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോ നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്നു. കർത്താവിൻ്റെ കരുണ പഠിക്കുന്ന മക്കളും ആവശ്യിക്കട്ടെ, വിവാഹത്തിനായി ഒരുങ്ങുന്ന മക്കൾ മേൽ ആവശ്യിക്കട്ടെ, ആശ്രയി കിടക്കുന്ന മക്കൾ മേൽ ആവശ്യിക്കട്ടെ, രോഗികളുടെ മേൽ ആവശ്യിക്കട്ടെ. യേശുക്രിസ്തു നാമത്തിൽ മനസ്സമാധാനം അനുഭവിക്കട്ടെ. മനസ്സാധനം നഷ്ടപ്പെട്ട കുടുംബങ്ങൾ, പ്രായമായവർ, കുഞ്ഞുങ്ങൾ, മറ്റു മുതിർന്നവർ ആർക്കെല്ലാം സമാധാനം നഷ്ടപ്പെട്ടു, അതിനുള്ള സമാധാനം നഷ്ടപ്പെട്ട സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഭവനങ്ങളെ കർത്താവിൽ നീ ആശീർവദിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ദൈവശക്തിയാൽ നിങ്ങൾ ആ ഈശോനാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്ന് ഞാൻ വെളുപ്പിനെ എഴുന്നേറ്റപ്പോൾ 4 കൊന്തയിലേ എല്ലാ ദിവസവും 4 കൊന്ത എടുത്ത് എഴുന്നേൽക്കുമ്പോൾ ചെല്ലും. എന്നിട്ട് കുറച്ച് നടക്കുമ്പോൾ പ്രാർത്ഥിക്കാം. അപ്പോൾ അതിനുശേഷം ഞാൻ കുർബാന കയറിയപ്പോൾ കർത്താവ് പറഞ്ഞ് സുവിശേഷത്തിൻ്റെ സുവിശേഷം ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോഴും ഞാൻ ആദ്യം കേൾക്കുകയാണ്, ഇത് സുവിശേഷത്തിൻ്റെ സുവിശേഷം. ഈ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാൻ നല്ല രസമാണേ. നമുക്ക് ദൈവത്തിന് നമ്മളെന്താണ്, നമ്മൾ പലരുടെയും കൂടെ ജീവിക്കാൻ വേണ്ടി ദൈവത്തിന് സഹായം തേടുന്നവരാണ് നമ്മൾ. അതാണ് നമുക്ക് പറഞ്ഞ കുഴപ്പം. അങ്ങനെയൊന്നുമല്ല, നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുക, ദൈവത്തെ ഓർത്ത് ജീവിക്കുക, ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കുക, ദൈവത്തിന് തോന്നുന്നത് നമ്മൾ ദൈവത്തിന് വേണ്ടിയാണ് ജീവിക്കണമെന്ന്. അങ്ങനെ തോന്നിയാൽ ദൈവം നമ്മളെ സീരിയസ് ആയിട്ട് എടുക്കും. അപ്പോൾ ഇന്ന് എന്നോട് പറഞ്ഞത് എന്താ അറിയാവുക, സുവിശേഷത്തിൻ്റെ സുവിശേഷം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കങ്ങനെ എന്താണ് ഈശോ പറയാൻ പോകുന്നതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. സുവിശേഷം വി നോ ഇറ്റ്. പിന്നെ സുവിശേഷം എന്നിട്ട് ഈശോ പറഞ്ഞത് ലുക്ക 10:30 വായിച്ചേ. അടുത്ത ദിവസം അവൻ അടുത്ത ദിവസം വെച്ച് കഴിഞ്ഞാൽ ഈ പ്രായമായ മനുഷ്യരെ, മരണാസന്നായ മനുഷ്യനെ, മുറിവേറ്റ മനുഷ്യനെ, കള്ളമട കൈയാക്കപ്പെട്ട മനുഷ്യനെ എണ്ണയും പിഞ്ഞും വെച്ച് കെട്ടിയിട്ട് ഇവരെ കൊണ്ട് സത്തത്തിലാക്കത്തില്ലേ. എന്നിട്ട് അവിടെ കിടന്ന് ഉറങ്ങുകയും അയാളെ സത്തക്കാരന് ഇതിൻ്റെ പരിചരണം ഏൽപ്പിക്കുകയും ചെയ്യും. എന്നിട്ട് അയാൾ തിരിച്ച് രാവിലെ എഴുന്നേറ്റ് അയാളുടെ ബിസിനസ്സിന് പോകാൻ നേരത്ത് അയാൾ പറയുന്നത് വാക്കാണ് ഈ സുവിശേഷത്തിൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞത്. എന്താണത്? അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരന്റെ കയ്യിൽ, നല്ല സമരക്കാരൻ സത്രം സൂക്ഷിപ്പുകാരന്റെ കയ്യിൽ 2 ദനാറ കൊടുത്തിട്ട് പറഞ്ഞു ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം. അപ്പൊ ഞാനിങ്ങനെ 4 കൊന്ത കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ കോൺഫറൻസ് കോളിന് ചുറ്റും നടക്കണ സമയത്തൊക്കെ അമ്മയെ കളത്തറയിരിക്കണ അമ്മയെ ഞാനിങ്ങനെ ചെരിഞ്ഞ് നോക്കിക്കൊണ്ട് നടക്കും. അപ്പോൾ എൻ്റെ മനസ്സിൽ തന്നാണ് ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം. സുവിശേഷത്തിൽ ഏറ്റവും വലിയ വാക്കാണ്. എന്നുവെച്ചാൽ നമ്മളോട് ദൈവം പറഞ്ഞത് എന്താണ്? നമ്മുടെ കയ്യിൽ വന്ന ഒരാൾ അവൻ്റെ കാര്യം നോക്കിക്കൊള്ളണമെന്ന്. അപ്പോൾ ഓരോരുത്തരും ഇപ്പോൾ ഓരോ ദിവസവും ഓരോ ആൾക്കാർ ഓരോ കാര്യമൊക്കെ പറഞ്ഞിട്ട് വരത്തില്ലേ. ഇപ്പം എന്തെങ്കിലും ഒരു പോംവഴി കാണിക്കാതെ നമ്മളവരെ വിടത്തില്ല. പിന്നെന്താ പറയണത്? ഇങ്ങനെ നോക്കുമ്പോൾ എന്താ കുഴപ്പം? എന്താ കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. അതായത് മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഒരുപോലെ ദൈവസ്നേഹം അബ്സോർബ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ദൈവസ്നേഹം കുറച്ച് മാത്രം അബ്സോർബ് ചെയ്യുന്നവരുണ്ട്. അവർ ചിലപ്പോൾ നമ്മൾ അവരെ സഹായിക്കും, പക്ഷെ തിരിച്ച് അവർ സഹായിക്കണമെന്ന് ഒരു നിർബന്ധവും. ഒരു മനുഷ്യനെ ദൈവത്തിൻ്റെ നാമത്തിൽ ഇവൻ്റെ കാര്യം നോക്കാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ
ഇത് തന്നെ ഈശോയ്ക്ക് ഉണ്ടായത്. ഈശോ അപ്പായോട് പലപ്പോഴും പറഞ്ഞു, അപ്പാ കുരിശുമരണം വേണ, അപ്പാ കുരിശുമരണം വേണ. ഞാനിതിൻ്റെ ഇഞ്ചിഞ്ചായിട്ടല്ലേ ഞാൻ അപമാനിക്കപ്പെടുകയും സഹിക്കപ്പെടുകയും ചെയ്യണത്. എൻ്റെ ഈ 33-ാമത്തെ വയസ്സിൽ ഐക്കണ്ട് ഇമാജിൻ എന്നൊക്കെ പറയും, ചോര വരെ വിയർത്ത് ഗെത്സേമനിയിൽ. ഞാൻ പണ്ടൊരു കവിത വായിച്ചിട്ടുണ്ട്. അഗസ്റ്റിൻ ഐസക് എന്ന് പറഞ്ഞൊരു ഒരു ഫാദർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ജീസസ് ദ റിബൽ എന്ന് പറഞ്ഞൊരു പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. അതിനകത്ത് വായിച്ചിരിക്കുന്നത്, ഓ ഫാദർ ഓഫ് മാൻ ലവ്, യു ഹാവ് ലവ്ഡ് മെൻ മോർ ദാൻ യുവർ സൺ. അതായത് ഗെത്സേമനിൽ ഈശോ പ്രാർത്ഥിക്കണേ അപ്പായോട്ട് വഴക്കിടും. ഓ ഫാദർ ഓഫ് മാൻ ലവ്, ഭ്രാന്തമായി മനുഷ്യനെ സ്നേഹിക്കുന്ന അപ്പ, യു ഹാവ് ലവ്ഡ് യുവർ സൺ മോർ, യു ലവ്ഡ് മാൻ മോർ ദാൻ യുവർ സൺ. നിൻ്റെ മകനേക്കാൾ കൂടുതൽ നീ മനുഷ്യരെ സ്നേഹിച്ചില്ലേ എന്ന്. അതിൻ്റെ പേരിലാണല്ലോ ഇവൻ ക്രൂശിക്കപ്പെടേണ്ടി വരണത്. അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് ഈശോ പിതാവുമായിട്ട് ചില സമയത്ത് ഭയങ്കര ഹോട്ട് ആൻഡ് ഹീറ്റ് ഡയലോഗ് വരും. പക്ഷെ ഒടുവിൽ അപ്പ പറയും, സാരമില്ല കൂടുതൽ ചിലവാകും. അപ്പ പറയും, ജീസസ് ഇറ്റ്സ് ഓക്കെ, കൂടുതൽ ചിലവാകും, അത് നീ തിരിച്ചു വരുത്തല്ലേ, ഇതെല്ലാം കഴിഞ്ഞ് അപ്പം ഞാൻ തന്നെ തന്നോളാം. അപ്പ ഇങ്ങനെ പറയുമ്പോഴാണ് ആളെ ബലം പ്രാപിക്കുന്നത്. ആളെ ഉപരി തൻ്റെ അതിനെ പറയും, എൻ്റെ പിതാവിൻ്റെ മഹത്വത്തിലെ വാനമേഘങ്ങളുടെ കൂടെ എഴുന്നള്ളി വരുമ്പോൾ എന്നൊക്കെ പറയുന്നത് എന്താണ്? അപ്പ പറഞ്ഞാണ് തിരികെ വരുമ്പോൾ പിന്നെ തിരിച്ച് പോണത് വന്ന പോലെ ആയിരിക്കത്തില്ല, വാനമേഘങ്ങളിൽ നീ മഹത്വത്തോടെ ആയിരിക്കും പോണത്. എന്തെങ്കിലും കൂടുതൽ ചിലവാകേണ്ടി കുരിശിലെ നിന്റെ കുരിശിൻ്റെ ബലികളിൽ എന്തെങ്കിലും കൂടുതൽ ചിലവാകേണ്ടി വരുന്നെങ്കിൽ ഐ വിൽ റീഫണ്ട് ഇറ്റ് എന്ന് അപ്പ പറയും. അപ്പ പറഞ്ഞിട്ടാണ് ഈശോ പറയണത്. അപ്പ പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, എന്തെങ്കിലും സഹോദരനെ സന്ധിക്കുന്നതിൽ ചിലപ്പോൾ ചിലവാകേണ്ടി വരും, അപ്പോൾ ഐ വിൽ റീഫണ്ട് ഇറ്റ്. ഇവിടെ നമ്മുടെ കുടുംബജീവിതത്തിലും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ ജീവിത പങ്കാളിയെ സ്നേഹിക്കുമ്പോൾ ചിലപ്പോൾ കൂടുതൽ ചിലവാകും. ഞാൻ മട്ടുത്തെന്നൊക്കെ പറഞ്ഞില്ലേ, അതിനെന്താ കൂടുതൽ ചിലവായിട്ട് അങ്ങനെ പറയണേ? ഇവിടുന്ന് എവിടെയെങ്കിലും പോയാൽ മതിയായിരുന്നു, മനുഷ്യൻ ചത്താൽ മതിയാന്നൊക്കെ പറയല്ലേ. അപ്പോൾ ഞാനീ പറഞ്ഞ കാര്യം ഓർക്കണം, കൂടുതൽ ചിലവാകുകയാണ്. എന്താണ് ഇത്? ഭർത്താവ് തരണമെന്ന് നിർബന്ധമില്ല. ഭാര്യയ്ക്ക് വേണ്ടി ചിലവാക്കിയത് ഭാര്യ തരണമെന്ന് നമുക്ക് നിർബന്ധമില്ല. ചിലപ്പോൾ ക്ഷമയാകാം, ചിലപ്പോൾ ദയയാകാം, ചിലപ്പോൾ നന്മയാകാം, ചിലപ്പോൾ വിശ്വസ്തതയാകാം, ചിലപ്പോൾ കൂടുതൽ ചിലവാകും. അപ്പോൾ ആര് തരും? ഞാൻ തിരിച്ചു വരുമ്പോൾ തരും, കർത്താവ് തിരിച്ചു തരും. മക്കളെ വളർത്തുമ്പോൾ അങ്ങനെയാണ്. ഇപ്പോഴത്തെ മക്കളെ വളർത്തുക വെച്ച് കഴിഞ്ഞാൽ 50% പേർക്ക് നഷ്ടമല്ലേ? കാര്യം അവരുടെ ഒരു സന്ധിപ്പ് നമുക്ക് കിട്ടണില്ലല്ലോ. സന്ധിപ്പ് കിട്ടേണ്ട സമയത്ത് കിട്ടണില്ല. എന്നിട്ട് ഇന്ന് ഒരു അപ്പൻ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇന്നൊരു ക്യാൻസർ രോഗിയായ അപ്പൻ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് പ്രാർത്ഥിക്കുന്നതിടെ പറഞ്ഞു, എൻ്റെ അച്ഛാ, എൻ്റെ മകൻ ദുബായിലാണ്, അവൻ എന്നെ വിളിക്കണില്ലെന്ന്. ഞാൻ പ്രാർത്ഥിച്ചു, അയാളെ ആശ്വസിപ്പിച്ച് വിട്ടു, വിളിക്കും തീർച്ചയായിട്ടും. പക്ഷെ അതല്ല, അങ്ങനെയൊക്കെ സങ്കടപ്പെടുന്ന എന്തുമാത്രം മനുഷ്യരാണ്. മക്കളെ വളർത്തിയിട്ട് കൂടുതൽ ചിലവാകുന്നവരില്ലേ? അപ്പോൾ എത്ര മക്കൾക്കിന് തിരിച്ചു കൊടുക്കാൻ പോയത്? മക്കൾ മരിച്ചു കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ അപ്പ, അയ്യോ എൻ്റെ അമ്മ, എൻ്റെ അപ്പൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഫേസ്ബുക്കിൽ പോസ്റ്റൊക്കെ ഇടുന്നില്ലേ? ഈ അണ്ണന്മാർ അവർ ജീവിച്ചിരുന്നപ്പോൾ എന്താണെന്ന് നമുക്കറിയത്തില്ല. കൂടുതൽ ചിലവാകും ഉറപ്പാണ്. അത് തിരിച്ചു തരാൻ ഒരാളുണ്ട്. ഇതെല്ലാം ടാലിയാക്കാൻ വേണ്ടി ഒരാളുണ്ട്. അതാരാണ്? നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവൻ, നമുക്ക് വേണ്ടി ഉയർത്തി നിന്നിട്ടവൻ, നമുക്ക് വീണ്ടും വരാതിരിക്കുന്നവൻ. അവൻ തിരിച്ചു വരുമ്പോൾ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 8-ാം അധ്യായം 26 മുതലുള്ള തിരുവചനങ്ങൾ. അപ്പോസ്തല പ്രവർത്തനം 8:26 മുതൽ വായിച്ചോളൂ. കർത്താവിന്റെ ഒരു ദൂതൻ ഫിലിപ്പോസിനോട് പറഞ്ഞു, എഴുന്നേറ്റ് തെക്കോട്ട് നടന്ന് ജെറുസലേമിൽ നിന്ന് ഗാസായിലേക്കുള്ള പാതയിൽ എത്തുക. അത് ഒരു വിജനമായ പാതയായിരുന്നു. അവൻ എഴുന്നേറ്റ് യാത്ര തിരിച്ചു. അപ്പോൾ എത്യോപ്യക്കാരനായ ഒരു ഷണ്ടൻ എത്യോപ്യ രാജ്ഞിയായ കന്ദാക്കയുടെ ഭണ്ഡാര വിചാരിപ്പുകാരൻ ജെറുസലേമിൽ ആരാധിക്കാൻ പോയിട്ട് തിരിച്ചു വരികയായിരുന്നു. രഥത്തിലിരുന്ന് അവൻ യേശയ്യായുടെ പ്രവചനം വായിച്ചുകൊണ്ടിരുന്നു. ആത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞു, ആ രഥത്തെ സമീപിച്ച് അതിനോട് ചേർന്ന് നടക്കുക. അതായത് രഥത്തോട് ചേർന്ന് നടക്കാൻ വേണ്ടി ഫിലിപ്പോസിനെ ആത്മാവ് പ്രേരിപ്പിക്കാം. ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ അവകാശവും അതേസമയം തന്നെ
അടയാളവും ഈ ആത്മാവിൻ്റെ വെളിപ്പെടുത്തലാണ്. ആത്മാവിൻ്റെ വെളിപ്പെടുത്തൽ. ഇപ്പം നിങ്ങൾക്ക് ഒത്തിരിയേറെ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും, ഇപ്പം ഞാൻ ഇന്നലെ നീറ്റ് പരീക്ഷയ്ക്കുള്ള 200 കുട്ടികളെയാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ ഞാൻ എല്ലാവരുടെയും നെറ്റിയിൽ സൈത്ത് പൂശി കൊടുത്തു, എല്ലാവരുടെയും. അല്ലാതെ കോമണായിട്ടല്ല, ഈച്ച് ആൻഡ് എവരി പേഴ്സൻ്റെ നെറ്റിയിൽ സൈത്ത് പൂശി, ബുദ്ധിയിലും പൂശി, ഓർമ്മശക്തിയിലും പൂശി. എന്നിട്ട് ഞാൻ അവരോട് കാര്യം പറഞ്ഞു, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണമെന്ന് അവരോട് പറഞ്ഞു. എന്താ കാര്യം? ഇമ്മീഡിയറ്റ് മെമ്മറി എന്നൊരു സംഭവമുണ്ട്. നമുക്ക് ലോക്കൽ മെമ്മറി ഉണ്ട് പഠിക്കുന്നവർക്ക്, അല്ലേ? നമുക്ക് പാഠപുസ്തകത്തെ കാണുന്ന അടയാളങ്ങൾ ലോക്കൽ മെമ്മറിയാണ്. പക്ഷേ ഇമ്മീഡിയറ്റ് മെമ്മറിയെ അഡ്രസ്സ് ചെയ്യാൻ ബൈബിളിൻ്റെ ഒരു പ്രത്യേകത, ഇമ്മീഡിയറ്റ് തൽക്ഷണ ഓർമ്മ ആരും അഡ്രസ്സ് ചെയ്യാത്തൊരു സബ്ജക്റ്റാണ്. കാര്യം എൻ്റെ സഹപ്രവർത്തകൻ വിജയകുമാർ സി ബി ഐയുടെ ഒരു കേസിൽ പെട്ടിട്ട് അദ്ദേഹത്തെ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് തൽക്ഷണ മെമ്മറി കൊടുത്തു. എന്താണ്? ഒരു കെട്ടുപയൻ്റെ ഉള്ളിൽ നിന്ന് ആ പണ്ട് ഇദ്ദേഹത്തിന് എതിർ കക്ഷി കൊടുത്തിരുന്ന അന്യായത്തിനെതിരെയുള്ള ഒരു ഡേറ്റിൻ്റെ പേപ്പർ ഈ ഫയലിൻ്റെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ CBI ഉദ്യോഗസ്ഥൻ ബാത്റൂമിൽ പോയ സമയത്ത് പെട്ടെന്ന് തൽക്ഷണ മെമ്മറി കൊടുത്തിട്ട് ഈ ആയിരക്കണക്കിന് പേപ്പറിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഡേറ്റ് പേപ്പർ ഇട്ട് കാണിച്ചു, എഗ്രിമെൻറ്റിൻ്റെ. ദാറ്റ് ഈസ് ഇയാളുടെ ഒപ്പോണൻ്റായിട്ടുള്ള എതിരാളിയായിട്ടുള്ള വ്യക്തി ചെയ്ത് പറഞ്ഞിരിക്കുന്ന ഒരു ക്യാഷ് ട്രാൻസാക്ഷൻ്റെ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഡേറ്റിനെ വ്യത്യസ്തമായ ഡേറ്റ് ഉള്ളത് രേഖ വിജയകുമാറിൻ്റെ കയ്യിൽ ഉണ്ടെന്ന് വിജയകുമാരൻ അറിയത്തില്ലായിരുന്നു. പക്ഷേ ഈ CBI ഓഫീസർ ബാത്റൂമിൽ പോയ സമയത്ത് തൽക്ഷണ മെമ്മറി കൊടുത്തു പരിശുദ്ധാത്മാവ്. എന്നിട്ട് ഓപ്പൺ ദ ഫയൽ, ടേക്ക് ദ പേപ്പർ എന്ന് പറഞ്ഞു. അപ്പോൾ ഫയൽ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് കറക്റ്റ് പേപ്പർ ഡേറ്റ് എഴുതി കറക്റ്റ് എഗ്രിമെൻ്റ് പേപ്പർ കൊടുത്ത്. അത് ഇയാളുടെ ഒപ്പോണൻ്റ് പറഞ്ഞ ഡേറ്റുമായിട്ട് വ്യത്യസ്തമായിരുന്നു. ഇത് ഇങ്ങനെ ബാത്റൂമിൽ പോയി വന്നപ്പോൾ വിജയകുമാർ പേപ്പർ പ്രസൻറ്റ് ചെയ്ത് കേസ് തള്ളിപ്പോയി. സെക്കൻഡുകളാണ്. തൽക്ഷണം ഇതിന് ഇമ്മീഡിയറ്റ് മെമ്മറി എന്ന് പറയും. ഇത് ഈശോയാണിത് നമ്മൾ ട്രേസ് ഔട്ട് ചെയ്ത് കാണിച്ചു തന്നത്. ഇങ്ങനെ ഇമ്മീഡിയറ്റ് മെമ്മറി എന്ന സംഭവം ഉണ്ടാകുന്നു. ഈശോ എന്ന് പറഞ്ഞത് നമുക്ക് ആവശ്യമാണ്, വിദ്യാർത്ഥികളായാലും ബിസിനസ്സുകാർക്കായാലും ആർക്കായാലും ആവശ്യമുള്ളതാണ് ഇമ്മീഡിയറ്റ് തൽക്ഷണ ഓർമ്മ. ഈശോ എന്താ പറഞ്ഞത്? നിങ്ങൾ ന്യായാധിപന്മാരുടെ മുമ്പിൽ ഹാജരാക്കപ്പെടുമ്പോൾ എന്ത് പറയണമെന്നോർത്ത് മുൻകൂട്ടി ആലോചിച്ചുറക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്താണ് പറയേണ്ടതെന്ന് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ആ സമയത്ത് നിങ്ങൾക്ക് അറിവ് നൽകാൻ കൈയിട്ടിച്ച് കർത്താവിനോട് ലൂക്ക 21:12 മുതലുള്ള തിരുവചനങ്ങൾ. ലൂക്ക 21:12. ഇവയ്ക്കെല്ലാം മുമ്പ് അവർ നിങ്ങളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്യും. അവരുടെ സിനഗോഗുകളിലും കാരാഗൃഹങ്ങളിലും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും. എൻ്റെ നാമത്തെ പ്രതി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുൻപിൽ അവർ നിങ്ങളെ കൊണ്ടുചെല്ലും. നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും. എന്ത് ഉത്തരം പറയണമെന്ന് നേരത്തെ ആലോചിക്കേണ്ടതില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ. എന്തെന്നാൽ നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചെറുത്ത് നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത വാക്ചാതുര്യം ജ്ഞാനവും നിങ്ങൾക്ക് ഞാൻ നൽകും. അതായത് യഥാർത്ഥ വചനം അതായത് നിങ്ങളായിരിക്കില്ല, എൻ്റെ പിതാവിൻ്റെ പരിശുദ്ധാത്മാവായിരിക്കും നിങ്ങൾ വഴി സംസാരിക്കുക. ആ സമയത്ത് അറിവ് നൽകുമെന്ന വചനം. ആ സമയത്ത് അറിവ് നൽകും. അതാണ് തൽക്ഷണ ഓർമ്മ എന്ന് പറയുന്നത്, ഇമ്മീഡിയറ്റ് മെമ്മറി. അതുകൊണ്ട് തന്നെ അച്ഛൻ എപ്പോഴും പറയും, ഉടമ്പടി എടുക്കുന്നവർ കീപ് ദ മിനിമം ഹോളി സ്പിരിറ്റ്. അത് ഞാനൊരു മിനിമമായിട്ട് പറയണതാണ്. അതായത് പരിശുദ്ധാത്മാവ് ദുഃഖിപ്പിക്കാതിരിക്കാനും പരിശുദ്ധാത്മാവ് നിർവീര്യമാകാതിരിക്കാനും വേണ്ടി ഉടമ്പടിയിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവ് ഇപ്പം നമ്മൾ വിശുദ്ധി എല്ലാം കീപ്പ് ചെയ്യണം. എന്തിനുണ്ടാ നിങ്ങൾ വിശുദ്ധി ഉടമ്പടിയുടെ ഭാഗമായിട്ടൊരു വിശുദ്ധി കീപ്പ് ചെയ്യണമെന്ന് പറയത്തില്ലേ? അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ആത്മാവ് നിർവീര്യമാകാതിരിക്കാൻ വേണ്ടിയാണ്. ആത്മാവ് നിർവീര്യമാകാതിരുന്നാൽ ആത്മാവ് അതുപോലെ തന്നെ വീര്യശക്തിയിൽ നിന്ന് കഴിഞ്ഞാൽ ദൈവത്തിന് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു ഭയങ്കര സീരിയസ് വിഷയമാണ്. എല്ലാത്തിനും സമാധാനമുണ്ട്. എടുത്തു ചാടി ഒന്നിനും മറുപടി പറഞ്ഞേക്കരുത്, ഒന്നിനും തീരുമാനം എടുക്കരുത്. വെയിറ്റ് എന്ന് പറയണം. എന്താ കാര്യം എന്നറിയാമോ? എന്തെല്ലാം സമയം ഇപ്പോൾ ജപ്തി നടപടിയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, അതിൽ കല്യാണത്തിന് നിശ്ചയത്തെ കല്യാണം പോയി, അല്ലെങ്കിൽ നടന്ന പ്രമാണത്തിന് എന്തോ കുഴപ്പമുണ്ടായി, അല്ലെങ്കിൽ പ്രമാണം കാണാതെ പോയി, ആവശ്യമായ പ്രമാണം കാണാതെ പോയി, ഇങ്ങനെ ഷോക്ക് അടിക്കണ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എടുത്തു ചാടി നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ നിങ്ങൾ എടുത്തു ചാടി റെസ്പോണ്ട് ചെയ്യരുത്, വെയിറ്റ് ചെയ്യണം. അമ്മമാതാവിൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങളിലൊന്നാണ് വെയിറ്റ് ചെയ്യും, ഹൃദയത്തെ സംഗ്രഹിക്കും. എടുത്തു ചാടി മറുപടി പറയുമ്പോഴേ അതൊരു അവിശ്വാസത്തിൻ്റെ ലക്ഷണമാണ്. കാര്യം എന്താണ്? നിങ്ങളാണ് ഇതിൻ്റെ അകത്ത് കക്ഷി, ദൈവം അല്ലെന്നാണ്. പിടിയിട്ടില്ലേ? നിങ്ങളൊരു വിഷയത്തിന് എടുത്തു ചാടി മറുപടി പറയുമ്പോഴേ, ഇപ്പോൾ നിങ്ങളുടെ ഭർത്താവ് വേറെ ആരുടെയെങ്കിലും സ്ത്രീകളോട് കുറച്ച് കണക്ഷൻ ഉണ്ടെന്ന് നിങ്ങളെ കൂട്ടുകാർ നിങ്ങൾ വിളിച്ച് പറഞ്ഞു, അവിടെ നിങ്ങൾ വേർത്ത് ബോധം കേട്ട് പിടിക്കുക, അയാളെ അടുത്തേക്ക് അറിയുകയും ചെയ്യേണ്ട. വെയിറ്റ് എന്നുവെച്ചാൽ ഇതിന് മറുപടി ഉണ്ടല്ലോ, മറുപടി ഇല്ലായിരിക്കത്തില്ലല്ലോ.
ഇതിന് നിൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ മറുപടി ഉണ്ട്. അതുകൊണ്ട് നീ വെയിറ്റ് ചെയ്യണം. എന്ത് ചെയ്യണം? നീ പിന്നെ ശാന്തമാകണം. പിന്നെ കലപില കണ്ടവനെല്ലാം പിടിച്ച് കൂട്ടിയിട്ട് ഭർത്താവ് നാറ്റിക്കാൻ പോകരുത്. മറിച്ച് പതുക്കെ നിൽക്കണം. പതുക്കെ നിന്നിട്ട് നിന്നെ കർത്താവ് ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുകയാണ്. ഞാൻ ഈ സംഭവത്തിലൂടെ ദൈവത്തെ കൂടുതൽ അറിയും, അഥവാ ഞാൻ ദൈവത്തെ കൂടുതൽ അറിയാം. എൻ്റെ മക്കളെ, ഒരു കാര്യം വ്യക്തമാണ്. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ക്ലേശം ഉണ്ടാകുമ്പോൾ ഓർക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും വഴി ഞെരുക്കം ഉണ്ടാകുമ്പോൾ ഓർക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും കാണിക്കുന്ന മണ്ടത്തരങ്ങൾ നിങ്ങൾ ബലിയാടായിപ്പോയി, നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ പണ്ടുള്ളവർ കാണിച്ച മണ്ടത്തരമാണെന്ന് നിങ്ങൾ പറയുക. പക്ഷേ അതിൻ്റെ പിന്നിലെല്ലാം ദൈവത്തിൻ്റെ ഒരു പരിപാലനയുണ്ട്. അതറിയണമെന്നുണ്ടെങ്കിൽ ഈ ഇമ്മീഡിയറ്റ് മെമ്മറി വേണം. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആലോചന വഴി നടത്തുന്നതിൽ വേണം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബന്ധം ഉണ്ടാവേണ്ടത് വെദർ യു മാരീഡ് ഓർ നോട്ട് ഓർ സിംഗിൾ ഓർ നോട്ട്, അതല്ല പ്രശ്നം. നിങ്ങൾക്കോ എനിക്കോ സിംഗിളാകാൻ പറ്റത്തില്ല. കാരണം നമ്മളെ സിംഗിൾ ആക്കത്തില്ലെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. ഐ വിൽ കം വിത്ത് യു അൺടിൽ ദി ലാസ്റ്റ് അൻടു ദി വേൾഡ്. അതിലെ അതായത് ഞാൻ നിൻ്റെ കൂടെ അന്ത്യം വരെ, അൻടു ദി എൻഡ് ഓഫ് ദി വേൾഡ്, അൻടു ദി എൻഡ് ഓഫ് ദി ടൈം ഐ വിൽ കം വിത്ത് യു എന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് വി ആർ നോട്ട് സിമ്പിൾ, വി ആർ നോട്ട് സിംഗിൾ. അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എപ്പോഴും അങ്ങയെക്കുറിച്ചുള്ള ഒരു ഓർമ്മയും എന്തെങ്കിലും സംഭവിച്ചാൽ എടുത്തു ചാടി ഡെസ്പാവുകയോ സങ്കടപ്പെടുകയോ റെസ്പോണ്ട് ചെയ്യുകയോ പ്രതികരിക്കുകയോ ചെയ്യാതെ എന്റെ കൂടെയുള്ള ആത്മാവിന്റെ സാന്നിധ്യം വിവേചിച്ചറിഞ്ഞ് ശാന്തമാവുക, ഞാൻ ദൈവമാണ് എന്നുള്ള വചനം അനുസ്മരിച്ചുകൊണ്ട് അങ്ങയിൽ ജീവിക്കുവാൻ ആത്മാവിനാൽ എന്നെ അഭിഷേകം പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവുന്ന സംഭവം, ഉടമ്പടി ജീവിക്കുന്നവരെ, സത്യസന്ധമായ ഉടമ്പടി ജീവിക്കുന്നവരെ, സത്യസന്ധമായ ഉടമ്പടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ എപ്പോഴും ഓർക്കുക, യു ആർ നോട്ട് സിംഗിൾ. നിങ്ങൾ ഒറ്റയ്ക്കല്ല. എന്താ കാര്യം? വാഗ്ദാന പ്രകാരം ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കൂടെയുള്ള ദൈവത്തിനെയാണ് നമ്മളൊരു വിഷമ സമയത്ത്, അല്ലെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞത് ഇമ്മീഡിയറ്റ് മെമ്മറി, തക്ക സമയത്ത് എപ്പോഴും നമുക്ക് എല്ലാ സമയവും, ചില സമയത്ത് തക്ക സമയം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ആവശ്യമായ ഒരു സമയമില്ലേ? ആവശ്യമായ സമയത്ത് നമ്മൾ ദൈവത്തിലേക്ക് തിരിയാൻ വേണ്ടി ഉണ്ടാകുന്നത് ഈ ഇമ്മീഡിയറ്റ് മെമ്മറിയാണ്. അതാണ് ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഇഫക്റ്റ് എന്ന് പറയുന്നത്. നമ്മളുടെ കൂടെയുള്ള ടേക്ക് ദി ബ്രെഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ. മത്തായി 10:19 അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്തു പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട. നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും. എന്തെന്നാൽ നിങ്ങളല്ല, നിങ്ങളിലൂടെ നിങ്ങളുടെ പിതാവിന്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഒരു 10 മടങ്ങ് ഷാർപ്പാണ് ഉടമ്പടി. ഉടമ്പടിയിലൂടെ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടി നമ്മൾ എടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ബേസിക് ക്വാളിറ്റി എന്താണ്? വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. അവൻ നമ്മുടെ ഉടമ്പടി ചെയ്യുമ്പോൾ ഒരു വ്യക്തിയുടെ കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ വരികയാണ്. അതാണ് നമ്മൾ സഞ്ചാരി മാതാവായിട്ടൊക്കെ ആൾക്കാർ അനുഭവിക്കുന്നതിൻ്റെ കാരണം. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു സാക്ഷ്യം എന്ന് പറയണത്, ഒരു മനുഷ്യൻ സ്വപ്നത്തിൽ പെട്ടെന്ന് തീ പിടിക്കണ പോലെ, തീ പൊട്ടിത്തെറിക്കണ പോലെ ഒരു സ്വരം ഈ മനുഷ്യൻ കേൾക്കും. പിന്നെ ഇദ്ദേഹം കാണുന്നത് ഈ തീയിൽ മാതാവ് നിൽക്കുന്നതാണ്, കൃപാസന മാതാവ് നിൽക്കുന്നതാണ്. ഇപ്പോൾ ഓരോ ദിവസവും ഇവിടെ വരുമ്പോൾ നമുക്ക് നോക്കുന്നത്, നമ്മൾ ഉടമ്പടിയുടെ എന്തെല്ലാം വ്യത്യസ്തങ്ങളായ രീതിയിലാണ് മനുഷ്യൻ ഇന്ന് ദൈവത്തെ അനുഭവിക്കണത്. അപ്പോൾ ഈ മനുഷ്യൻ്റെ വിഷയത്തിലേക്ക് ക്യാൻസർ പേഷ്യൻ്റാണ്. ക്യാൻസർ പേഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അയാളെ നിർത്തിക്കൊണ്ട് ഡോക്ടർ പറഞ്ഞതാണ് ഇനി സർവൈവിങ് നടക്കത്തില്ലെന്ന്. ആ ഒരു കേസാണ്. അയാളാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. ഉടമ്പടി എടുക്കുമ്പോൾ രാത്രി പെട്ടെന്ന് ഈ മനുഷ്യൻ്റെ സ്വപ്നത്തിൽ കാണുകയാണ് പൊട്ടിത്തെറിക്കുന്ന തീയിൽ മാതാവ് നിൽക്കുന്ന മാതാവ്. എന്നിട്ട് ഈ മനുഷ്യൻ്റെ മേൽ പുഞ്ചിരിക്കുന്നു. പിന്നീട് മാതാവ് നടന്ന് ഇയാളുടെ കിച്ചണിൽ പോയി നിൽക്കുന്നു. ഇങ്ങനെ ഇത് സ്വപ്നമാണ്. പക്ഷേ എന്താ സംഭവിക്കണത്? പിറ്റേ ദിവസം സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ക്യാൻസർ ഇല്ല. അതെ, നമ്മളെ വളരെ ലേണഡ് ആയിട്ടുള്ള പുരുഷൻ. ഇപ്പം ചില ചേർത്ത് വലിയമ്മമാരൊക്കെ പറയുമ്പോൾ വികാരത്തിൻ്റെ അംശം കൂടുമെന്ന് പറയും. ഇത് വികാരത്തെ നമ്മൾ സാക്ഷ്യഘട്ടം മനസ്സിലാവും. വികാരത്തിൻ്റെ ഒരു അംശമില്ല. ഹിസ് എ ലേണഡ് മാൻ.
അയാൾ വളരെ കൃത്യതയോട് കൂടി എന്നോട് അയാൾ പറയും, എനിക്കിതിലൊന്നും അത് വിശ്വാസമില്ലായിരുന്നു, ഞാനിങ്ങനെ മാതാവിൻ്റെ ഭക്തനുമല്ലായിരുന്നു, ഞാൻ എൻ്റെ വൈഫായിരുന്നു മാതാവിൻ്റെ ഭക്തയായിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്കിങ്ങനെ ഒരു ക്ലേശം വന്നപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തു. എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. കാര്യം അതില്ലാതെ അവസ്ഥ ആണല്ലോ. ഇന്ന് കേരളത്തിലായാലും പുറത്തായാലും ഇപ്പോൾ നമ്മൾ എല്ലാ ജില്ലകളിൽ നിന്നും എല്ലാ സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാർ വന്ന് ഉടമ്പടി ഇടില്ലേ. എന്താ കാര്യം? വേറെ ഓപ്ഷൻ ഇല്ല. കെനിയയിൽ നിന്ന് ഉഗാണ്ടയിൽ നിന്ന് നീഗ്രോസ് വരെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയി. അപ്പോൾ എൻ്റെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയാവുന്നിടത്തോളം ഇന്ന് നിലവിലുള്ള ഏറ്റവും ഷാർപ്പ് ഷൂട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഉടമ്പടി. ഇതാരും കണ്ടുപിടിച്ചില്ല, ബൈബിൾ ഉള്ളതാണ്. ബൈബിൾ ആദ്യം മുതൽ ഉണ്ടായിരുന്ന ഉടമ്പടി തന്നെയാണ്. ഇപ്പോഴെന്ന് വെച്ചാൽ ഇത് പോപ്പുലറൈസായിട്ട് മാതാവ് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിൽ നിറവേറാൻ ഇടയാക്കണമെന്ന് 2015 പ്രത്യക്ഷീകരണ പ്രാർത്ഥന, ആദ്യത്തെ പ്രത്യക്ഷ പ്രാർത്ഥന ആൾക്കാർ 10,000 മനുഷ്യരുള്ള ആ പ്രാർത്ഥന ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിൽ ഞങ്ങളുടെ കുടുംബത്തിലും ഉണ്ടാകാൻ ഇടയാകണമെന്ന് പറഞ്ഞപ്പോഴാണ് അമ്മ 6 മാസം കഴിഞ്ഞപ്പോൾ ഉടമ്പടി തന്നത്. അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഏറ്റവും വലിയ വിഷയം പ്രസൻസാണ്. പ്രസൻസ്. അപ്പോൾ നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ മനസ്സിലായത് ഇപ്പോൾ ഉടമ്പടി മറ്റ് പ്രാർത്ഥനകൾ ഏറ്റവും ടോപ്പ് ഫീച്ചർ എന്ന് പറയുന്നത് ഈ പ്രസൻസ് ഓഫ് ഗോഡാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് പകരം അമ്മയുടെ സാന്നിധ്യമാണ് നമ്മൾ അനുഭവിക്കുന്നത്. കാരണം അമ്മയുടെ മധ്യസ്ഥതയിലല്ലേ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അമ്മ അതിൻ്റെ മധ്യസ്ഥയാണെന്നുള്ളത് ഇരുട്ടിലും വെളിച്ചത്തിലും ഉറക്കത്തിലും ഉണർച്ചയിലും എല്ലാം നിന്നെ അറിയിച്ചുകൊണ്ടേയിരിക്കും. വെറുതെ അറിയിക്കുക മാത്രമല്ല, നിന്നെ സന്ധിച്ചുകൊണ്ടേയിരിക്കും. വൈദ്യശാസ്ത്രം നിന്നെ കൈവിട്ടാലും, കടക്കാർ നിങ്ങളെ കൈവിട്ടാലും, ബാങ്കുകാർ നിങ്ങളെ കൈവിട്ടാലും, സ്വന്തം മക്കളും ബന്ധുക്കളും നിന്നെ കൈവിട്ടാലും കൈവിടാത്ത ചൈതന്യമായി അമ്മ നിന്റെ കൂടെ സ്തുതിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ നമ്മളുടെ ഒരു വിഷയം സഞ്ചാരി മാതാവ് അല്ലെങ്കിൽ സാന്നിധ്യം അല്ലെങ്കിൽ പ്രസൻസ്. ഉടമ്പടിയുടെ ഏറ്റവും പ്രിൻസിപ്പൽ ഫീച്ചർ നമ്മുടെ പ്രസൻസാണ്. ഈ പ്രസൻസ് അനേകായിരം മക്കൾ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫീൽ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ സംഭവിക്കുന്നത്, നമ്മൾ അമ്മയെ വിളിക്കുന്ന പേരെന്താണ്? വാഗ്ദാനത്തിൻ്റെ പേടകമേ. രണ്ടാമത് വിളിക്കുന്ന പേരെന്താണ്? അതായത് ഈശോ വാഗ്ദാനങ്ങൾ യോഗ്യരാകുവാൻ മാതാവ്. അപ്പോൾ വാഗ്ദാനത്തിൻ്റെ പേടകമെന്ന രീതിയിൽ പഴയ നിയമത്തിലുള്ളതാണ് വാഗ്ദാന പേടകം. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ് വാഗ്ദാന പേടകം. പുതിയ നിയമത്തിൽ വാഗ്ദാന പേടകമായി വരുന്നത് പരിശുദ്ധ കുർബാനയും പരിശുദ്ധ അമ്മയുമാണ്. രണ്ടും ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. പക്ഷേ സഞ്ചാര സാന്നിധ്യം എന്ന് പറയുന്നത് ആൾക്കാർക്ക് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സഞ്ചാരി മാതാവിൻ്റെ സാന്നിധ്യമാണ്. ഇത് ഒരു വല്ലാത്ത സാന്നിധ്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഉടമ്പടിയിൽ ഉണ്ടാകുന്ന ഓരോ വസ്തുക്കളും ഈ പ്രസൻസ് ഫീൽ ചെയ്യിക്കുന്നുണ്ട്. ഇപ്പോഴേ വിനീത എന്ന് പറഞ്ഞൊരു സാക്ഷ്യം. എൻ്റെ പ്രോബ്ലം ബ്രദറിന് ബ്രദർ ചെറുപ്പമാണ്, 21 വയസ്സേ ബ്രദറിനുള്ളൂ. പക്ഷേ ഒരു പ്രശ്നം, ഹാർട്ട് ബീറ്റ് 32 ഉള്ളൂ. 10-70 വേണ്ടേ? അപ്പോൾ ഹാർട്ട് ബീറ്റ് 31 ഉള്ളൂ. എസ്എനോടെന്ന് പറയുന്നത് ഈ പൾസ് ഉൽപ്പാദിപ്പിക്കുന്ന, ഇലക്ട്രിക് ഉൽപ്പാദിപ്പിക്കുന്ന പൾസിന് കാരണമാകുന്ന ഒരു വിഷയമാണ്. ആ സാധനം ദ്രവിച്ചു പോയി ഹൃദയത്തിൽ. അത് കാരണം ഹാർട്ട് ബീറ്റ് കുറഞ്ഞ് 32 അപ്പോൾ ഇതിന് 21 വയസ്സേ ഉള്ളൂ. അപ്പോൾ അവൻ പെടസയിൽ താഴെ വീഴും. അപ്പോഴേ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോൾ പറഞ്ഞ് 21 വയസ്സുകാരൻ ഇങ്ങനെ പെടസയിൽ പല പ്രാവശ്യം വീഴേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അയാൾ MRI എടുക്കണം, സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി ഇതിൻ്റെ ഈ SN ഹാർട്ടിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഉൽപ്പാദിപ്പിക്കുന്നത് ഡാമേജാണ്, ദ്രവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഹാർട്ട് ബീറ്റിന് സഹായമായ വിഷയം നടക്കത്തില്ല. അതുകൊണ്ട് ഹാർട്ട് ബീറ്റ് കുറഞ്ഞ് 32 വന്ന്. അപ്പോൾ ഡോക്ടർ പറയുന്നത് സ്പേസ് മേക്കർ വെക്കണമെന്ന് പറഞ്ഞ്. സ്പേസ് മേക്കർ വെച്ചാലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹം കഴിക്കാൻ പറ്റത്തില്ല, കുഞ്ഞുങ്ങളുണ്ടാകത്തില്ല, കുറേ പ്രശ്നങ്ങളുണ്ട്. കാര്യം ഇമോഷണലായിട്ടുള്ള ഒരു വിഷയത്തിലും ഇടപെടാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ വേറെ ഒരു MRI സ്കാൻ പോലും ചെയ്യാൻ പറ്റത്തില്ല. അതെല്ലാം ഇലക്ട്രോണിക്സ് ഇത് വിഷയമായത് കാരണം അതെല്ലാം ബ്ലോക്കാവും. പക്ഷേ അതല്ല. അപ്പോഴവർ ഈ ചേച്ചി ഈ സഹോദരനെ കൊണ്ടുപോയി MRI ഒക്കെ എടുത്തിട്ട് ഡോക്ടർ അവനെ നിർത്തിക്കൊണ്ടൊക്കെ പറയുമ്പോൾ അവനെ നിർത്തിക്കൊണ്ടാണ് ഡോക്ടർ പറയണത്. അപ്പോൾ ഡോക്ടറോട് പറയും, എനിക്കൊരു കുഴപ്പമില്ല ഡോക്ടർ, ഞാൻ നടക്കണം കണ്ടില്ലേ, ഞാൻ എന്തിനാണ് സ്പേസ് മേക്കർ വെക്കണത്. അപ്പം ഡോക്ടർ പറയും, നിൻ്റെ ഹാർട്ട് ബീറ്റ് 32 ഉള്ളൂ, നീ ചത്തു പോകുമെന്ന് പറയും. നീ കുറച്ച് കഴിയുമ്പോൾ ചത്തു പോകുമെന്ന് പറയും. കൂളായിട്ട് പറയും ഡോക്ടർമാർ. പിന്നെ ഇപ്പോൾ എല്ലാം ഫ്രീ ആയിട്ട് പറയാമല്ലോ. അപ്പോൾ ഇതിനെ കേൾക്കണ പെങ്ങളിങ്ങനെ ഇടിവെട്ടുകൊണ്ട് പോലെ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. കണ്ണീരോടെ ആങ്ങളെയും കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് അടുത്ത മുറിയിൽ പോണത്. അവർക്ക് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് അവൻ്റെ ആ ലൈഫിൽ അവൻ്റെ 21 വയസ്സല്ലേ ഉള്ളൂ. അപ്പോൾ എന്നിട്ട് ഇവളെന്താ ചെയ്യണത്? ആ റിസൾട്ട് എല്ലാം വെച്ചുകൊണ്ട് ഉടമ്പെടുക്കും. നിങ്ങൾ സാക്ഷ്യം കേൾക്കണം. ആ റിസൾട്ട് എല്ലാം വെച്ച് ഉടമ്പെടുക്കും. എന്നിട്ട് ഇവിടെ ചെയ്യണം എന്താണ്? ഉടമ്പടി തൈലം എടുത്തിട്ട് ഹൃദയത്തിൽ തേച്ച് കൊടുക്കും. നമ്മളിത് എങ്ങോട്ടാണ് പോകണമെന്നൊരു പിടിയില്ല. സാക്ഷ്യങ്ങൾ കേൾക്കും. ജനങ്ങളുടെ അനുഭവങ്ങളല്ലേ വിഷയം. നിങ്ങളിത് പറഞ്ഞു വെച്ചാൽ നിങ്ങൾ ചെയ്യുമ്പോൾ കുട്ടിക്കളിയായിട്ടും പൊട്ടങ്കളിയായിട്ടും ചെയ്യരുത്. അതാണ് ഇരന്ന പണിമെടുക്കൽ ദൈവത്തിനെടുക്കുന്നത്.
നിങ്ങൾ മനുഷ്യന്മാർ ജനകോടികൾ വിശ്വസിച്ചുകൊണ്ട് ജീവിതം തകർന്നു പോയ ജീവിതത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി അവസാനം തന്ന കച്ചിത്തുറമ്പ് പോലെയാണ് ഉടമ്പടി പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ കൊണ്ട് സ്കാൻ ചെയ്യുമ്പോൾ ഡോക്ടർ പഴയ റിസൾട്ടോടെ നോക്കുമ്പോൾ ഡോക്ടർ ഞെട്ടിപ്പോകുകയാണ്. ഈ റിസൾട്ട് പഴയതുപോലെയല്ല, ഇത് ലിപ്പില്ലാം ഓക്കെ ആയിട്ട് വരണമെന്നുണ്ടല്ല. ഇപ്പം നിനക്ക് സ്പേസ് മേക്കേണ്ട ആവശ്യമില്ല, അതിന് ഞങ്ങൾ ഓപ്പറേഷൻ കട്ട് ചെയ്യണമെന്ന് പറയും. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. എൻ്റെ മക്കളെ, അതായത് കർത്താവിൻ്റെ വചനം ഒത്തിരിയേറെ ഈ ജീവിതത്തിൻ്റെ മഹാമാരകമായ പ്രശ്നങ്ങളെ ഈസിയായിട്ട് പരിഹരിക്കുന്ന കുറേ ദൈവാനുഭവങ്ങളെ നമ്മളോട് പറയുന്നുണ്ട്. ചിലപ്പോൾ കർത്താവിൻ്റെ വചനം പറയും, നീ രോഗിയാണോ? നീ കടം കയറി മുടികയാണോ? നിനക്ക് ഉറക്കമില്ലേ? നിനക്ക് പ്രഷർ കൂടുതലാണോ? ബന്ധുക്കൾ നിന്നെ ഒറ്റപ്പെടുത്തിയോ? നിനക്ക് വീടില്ലേ? അതിൻ്റെ മാനക്കേട് നീ അനുഭവിക്കുന്നുണ്ട്. നീ ഒന്ന് ചെരിഞ്ഞാൽ മതി എന്നാണ് പറയണത്. നീ ഒന്ന് ചെരിഞ്ഞാൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ കൂടെ നീ ഉടമ്പടി ചെയ്ത നിൻ്റെ ദൈവം നിൻ്റെ കൂടെ സഞ്ചരിക്കുകയാണ്. വാഗ്ദാന പേടകമായി അവൻ കൃപയുടെ സിംഹാസനമായി നീ ഒന്ന് ചെരിഞ്ഞാൽ മതി. എന്താ പറയണത്? അതാ ഹെബ്രായ ലേഖനമാണ് 4:16. ഹെബ്രായ 4:16. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ 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 ഹെബ്രായർ 4:16. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. ക്രിസ്തുവിനെ സമീപിക്കാമെന്നാ പറയണത്. ഹെബ്രായ ലേഖനം എന്താ പറയണത്? നമുക്ക് ക്രിസ്തുവിൻ്റെ നമുക്കറിയാമല്ലോ, ക്രിസ്തുവിൻ്റെ ഒരു സംലഭ്യത എന്ന് പറയുന്നത് നവൻ തന്നെയല്ല, അപ്പോഴും ഇപ്പോഴും അല്ല, അതായത് വേണ്ട സമയത്താണ്. അതാണ് പൗലോസ് അപ്പോസ്തലൻ അനുഭവിച്ച ക്രിസ്തു അനുഭവം. ഒന്ന് വായിച്ച് ഹെബ്രായർ 4:16. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. കൃപാവരത്തിന്റെ സിംഹാസനം എന്ന് പറയുന്നത് ആരാണ്? ക്രിസ്തുവാണ്. എന്ന് വെച്ചാൽ കൃപാവരമെല്ലാം ഇപ്പം സകല വാഗ്ദാനങ്ങളും ആരിലാണ് അതേ ആയിരിക്കണത്? അയാളാണ് കൃപാവരത്തിൻ്റെ സിംഹാസനം. സകല വാഗ്ദാനങ്ങളും ആരിലാണ് അതേ എന്ന് പറയണത്? ലോകത്തിലുള്ള മുഴുവൻ ദൈവം നൽകിയിട്ടുള്ള മുഴുവൻ വാഗ്ദാനങ്ങൾക്കും സാക്ഷാത്കരിക്കണത് വൺ ആൻഡ് സെയിം ആൻഡ് സിംഗിൾ പേഴ്സൺ യേശു ക്രിസ്തു കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. 2 കൊരിന്തോസ് 1:20. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നത്. ക്രിസ്തു വഴി നമ്മൾ ആമേൻ പറയുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്താണ്? ദൈവമഹത്വമാണ്. ക്രിസ്തു വഴി നമ്മൾ ആമേൻ പറയുകയാണ്. കാര്യം ഒരു വിശ്വാസിക്ക് ആമേൻ പറയാൻ പറ്റത്തുള്ളൂ, ഒരു പ്രത്യാശിക്കുന്നതിന് ആമേൻ പറയാൻ പറ്റത്തുള്ളൂ. സർവ്വോപരി ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ക്രിസ്തു വഴി ആമേൻ പറയത്തുള്ളൂ. അപ്പോഴെന്താണ്? എല്ലാ വാഗ്ദാനങ്ങളും അവൻ വഴി നിങ്ങൾക്ക് അതേ തന്നെയാണ്. കൈയടിച്ചു കൊടുത്ത പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ മക്കളെ, അഭിഷേകത്തിന് ഈ നിമിഷങ്ങളിലെ ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന് ഏറ്റു പറഞ്ഞുകൊണ്ട് കൈകൾ ഉയർത്തിക്കൊണ്ട് ശക്തമായി സ്തുതിക്കട്ടെ. ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന മാരക രോഗങ്ങൾ കർത്താവേ, നിന്റെ നാമം വിട്ടുമാറിട്ട് പ്രാർത്ഥിക്കുന്ന തകർന്നുപോയ മനസ്സുകൾ, ഇടിഞ്ഞുപോയ മനസ്സുകൾ, മക്കളെക്കുറിച്ച് കർത്താവ് ഇപ്പോഴും നീറ്റ് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, IELTS പരീക്ഷകളും മത്സര പരീക്ഷകളും മറ്റു തരത്തിലുള്ള ഇൻ്റർവ്യൂകളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, അവരുടെ റിസൾട്ടുകൾ കർത്താവെ നീ ഏറ്റെടുക്കണമേ. അവിടെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എല്ലാ മക്കൾക്കും അഭിഷേകം ചെയ്യട്ടെ. കർത്താവ് പ്രത്യേകിച്ച് ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിക്കാൻ പോയിരിക്കുന്ന മക്കള്, ഉടമ്പടി ചെയ്ത് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ പ്രാർത്ഥനയോട് ചേർത്തുകൊണ്ട് എക്സാം ഹോളിരിക്കുന്ന മക്കളുടെ മേൽ കർത്താവിനെ കണ്ണ് ചൊരിയുന്നതിന് വേണ്ടി അവരാഗ്രഹിക്കുന്ന ജീവിത മാർഗങ്ങളിലേക്ക് കർത്താവിനെ നയിച്ചുകൊണ്ട് പോകാൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ലഭിക്കുന്നതിനുമായി ദൈവത്തിന്റെ കണ്ണ് ചൊരിയട്ടെ. ശ്രുതികട്ടെ.